ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വെക്കേഷനായിട്ട് എവിടെയും പോയിട്ടില്ല എന്നുള്ള മക്കളുടെ പരാതിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ മൂകാംബികയിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു, ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലീസാണ് പോണത്. അപ്പോൾ രാവിലെ ഞങ്ങൾ 5:30 ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഷൊർണൂർ വരെ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ആയപ്പോഴേക്കും നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും 7:30 ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷൊർണൂർ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ട്രെയിനിന് പോകുമ്പോൾ കുട്ടികൾക്കും ഇതൊരു എക്സ്പീരിയൻസ് ആവില്ല. അവരിതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ഋഷി ചെറുതാവുമ്പോൾ എങ്ങാണ്ടോ കയറിയത്, അവനൊന്നും ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തി. ഞങ്ങൾ സ്ലീപ്പർ ടിക്കറ്റ് നോക്കി, പക്ഷേ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ലോക്കൽ ടിക്കറ്റാണ് എടുത്തത്. പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. എല്ലാവരും നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഈസി ആയിട്ട് ഞങ്ങൾ പോയി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 7:30 ട്രെയിന്. പക്ഷേ ഞങ്ങൾ 7:15 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ട് പിന്നെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നിട്ട് പോവാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ നല്ല രസമാണ്. അവർ ടി വിയിലൊക്കെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് അവരങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. ഞാനും ഒരുപാട് നാളായിട്ടുണ്ട് ട്രെയിനിലൊക്കെ കയറിയിട്ട്. ഏകദേശം ഒരു 7-8 വർഷമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ വെറും കാപ്പി മാത്രം കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മക്കളൊക്കെ ഇതാ സൈഡ് സീറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ TTR വന്നു, ടിക്കറ്റൊക്കെ എടുത്ത്. അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ട്രെയിനിൽ വെച്ചിട്ട് ഇങ്ങനെ TTRനെ കാണുന്നത്. നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുക്കുക എന്നല്ലാതെ ഇവർ വരാറില്ല. എന്തായാലും അവരെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ആ വിൻഡോയുടെ അവിടെയൊക്കെ പോയിരുന്നു. വിൻഡോ അല്ല, ഡോറിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു. ഇങ്ങനെ ജസ്റ്റ് വീഡിയോസും റീൽസൊക്കെ ഇങ്ങനെ എടുക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ കയറുമ്പോൾ നമുക്കൊരു ത്രില്ലാണല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു രസമായിരുന്നു. പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ നല്ല ചൂടില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായതുകൊണ്ട് മഴ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ നല്ല വൈബായിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളിതാ മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അവർക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരവിടെ കയറിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ ചെറുതായിട്ട് സ്നാക്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് ഉറങ്ങി. കാരണം ഉടുപ്പിയിലെത്തുമ്പോഴേക്കും ഒരുപാട് ടൈം ആവുമല്ലോ. പിന്നെ ഭക്ഷണം കഴിക്കട്ടെ. ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് സോയാബീൻ്റെ ഒരു മസാലയും പിന്നെ നമ്മുടെ ഷവർമയിലുള്ള മിക്സിങ് ഉണ്ടല്ലോ, ഷവർമ, അതിൻ്റെ ഒരു ടേസ്റ്റുള്ള ഒരു സാലഡുമാണ് കേട്ടോ. നമ്മൾ എഗ്ലെസ് മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഒരു മിക്സിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉടുപ്പിയിലെത്തിയപ്പോഴേക്കും 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ബസ്സിനാണ് പിന്നെ പോകേണ്ടത്. അപ്പോഴേക്കും മക്കളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ രാവിലെ പോകുന്നതല്ലേ. പിന്നെ ഭക്ഷണം ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചായിട്ടൊന്നും കഴിച്ചിട്ടില്ല. നമ്മളെ കൊണ്ടുവന്ന ചപ്പാത്തി മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിന് നമുക്കൊരു 4 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു മൂകാംബികയിൽ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് ഒല്ലൂർ എന്നാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ബസ്സൊക്കെ കിട്ടി. മൂകാംബികയ്ക്ക് നേരിട്ടുള്ള ബസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലഗേജൊക്കെ കൂടെ പിടിച്ചിട്ടല്ലേ പോണേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇരുന്നു. സൈഡ് സീറ്റിനെ കിട്ടി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, മൂകാംബിക എത്തുന്നതിന് മുൻപുള്ള ആ ഒരു എൻട്രി, ആ ഒരു കവാടം പോലെയുള്ളൊരു എൻട്രൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂകാംബിക നടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സീനാണ് എവിടെയും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സീന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഫോൺ മാറ്റിക്കളഞ്ഞു. നമുക്കറിയില്ലത് എവിടെ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് നേരം ഞാനിങ്ങനെ മൊബൈലും പിടിച്ചിട്ട് നിന്നെങ്കിലും എനിക്ക് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങോട്ടേക്ക് പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ. ഓരോ സ്ഥലങ്ങളും നല്ല ഭംഗിയാണ് റോഡ് സൈഡ് 2 ഭാഗങ്ങളിലായിട്ട്.
അപ്പോൾ എന്തായാലും എത്താറായിട്ടുണ്ട് കേട്ടോ. ആ മൂവിയിൽ കാണുന്ന നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിങ്ങനെ ഓർമ്മ വരും. ഇതാ സിനിമയിൽ ഇങ്ങനെ കാണുന്നതല്ലേ എന്നിങ്ങനെ ഓർമ്മ വരും കേട്ടോ. അങ്ങനെ എന്തായാലും ലാസ്റ്റ് നമ്മൾ ആ കവാടം എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് റൂമിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. അവിടെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ മഴയില്ല എന്നാണ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റൂമിലെത്തി. ഡ്രസ്സൊക്കെ ഒരു ഭാഗത്തിട്ട് നമ്മൾ രാവിലെ പോകുന്നതല്ല, അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴേക്കും പറഞ്ഞു നമുക്കിവിടെ അടുത്ത് സൗപർണിക നദി ഉണ്ട്, അപ്പോൾ അവിടെ പോയതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു കുരങ്ങ് അവിടെ നിന്ന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്കും അവിടെ എത്തും സൗപർണിക. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു അവിടെ തലേദിവസം മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ട്, അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്, കലക്ക വെള്ളമാണ്, കുളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമുക്കത് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കുറേ ഫോട്ടോസും അങ്ങനെയൊക്കെ ബുക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അവിടെ എത്തിയപ്പോൾ. ഇങ്ങനെ എന്തോ ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം, അങ്ങനെ അധികം ബഹളമൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരു തിണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്തോ ഒരു മഹത്തായൊരു നദിയാണ് ഇട്ടത്. എനിക്ക് ഈ നദിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. കേട്ടിട്ടുണ്ട് ഇങ്ങനെ സൗപർണിക നദി എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ കുറച്ച് സമയം നല്ല കലക്ക വെള്ളമായിരുന്നു കേട്ടോ. എന്നാലും ഒരുപാട് പേര് അതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇറങ്ങി ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ദേവിയെ പ്രാർത്ഥിക്കാൻ കേട്ടോ, എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ മഹത്തായൊരു സംഭവം തന്നെയാണ് എന്നിട്ടും. പിന്നെ അതിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അത്രയും ശുദ്ധിയോട് കൂടിയിട്ട് വേണം ഇറങ്ങാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി. കുട്ടികളൊക്കെ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ഇഷ്ടം വെള്ളം. ഇപ്പം നമുക്ക് ഈ ചൂടല്ലേ, അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം കുറവാണ്, ഇതിലേറെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും, നല്ല തെളിഞ്ഞ വെള്ളമാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചൊരു കലക്കമുള്ള വെള്ളമായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിരുന്നു, കുറേ നേരം വെള്ളത്തിലിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് തലയൊന്നും കഴുകാൻ പറ്റിയില്ല, പക്ഷേ ഞങ്ങൾ നമ്മുടെ മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ കുറേ സമയമൊക്കെ ഇരുന്നു. ഇത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു സാധനമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ കരയിൽ ഒരാൾ ഇതുപോലെ രണ്ടെണ്ണത്തിന് ഞങ്ങൾ കണ്ടു കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഒരെണ്ണത്തിനെയും കണ്ടു. പിന്നെ ഞങ്ങൾ നമ്മൾ ആ നദിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി റോഡ് സൈഡിൽ നിന്നും ഒന്ന് കണ്ടു കേട്ടോ. ഇങ്ങനെ ഈ ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ അവരൊക്കെ ചൂട് ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ സ്കൂള് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ, അരവിന്ദൻ്റെ അതിഥികളിലുള്ള ആ ഒരു സ്കൂളാണോ എന്ന് എനിക്ക് തോന്നിയതാണ്. അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 5:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു കോഫി ഷോപ്പിൽ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബൂസ്റ്റും പിന്നെ കുട്ടികൾക്ക് വടയൊക്കെ കേട്ടോ അവർ മേടിച്ച്. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം നമുക്ക് കണ്ട് ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ ബൂസ്റ്റൊക്കെ കഴിച്ച് പിന്നെ റൂമിലെത്തി കുളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാ. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ്, ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ 8:45 9 മണി ആകുമ്പോഴത്തേക്കും നട അടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മുകളിലും മറ്റവർ താഴെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ്. അപ്പോഴേക്കും അവിടെ ചാറ്റൽ മഴ വന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ തലേദിവസം മഴ പെയ്തു എന്ന് പറഞ്ഞത് ഓർത്തത്. ഞാനവിടെ നിന്ന് മഴ ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊന്ന് ഉഷാറായിട്ടുണ്ടായിരുന്നു. ആ ക്ഷീണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഇങ്ങ് നടക്കാണ് കേട്ടോ.
പോകുന്ന വഴിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രീനിവാസൻ്റെ ആ ഒരു കട ആ ഒരു ഹോട്ടൽ ഏതാണെന്നാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട്. ആ ഒരു ലോഡ്ജ് ഉണ്ടല്ലോ, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് എന്ന്. കാരണം ഇവിടെ നോക്കുമ്പോൾ എല്ലാം സെയിം ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനതിങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അവിടെ കാണുന്ന ഓരോ സ്ഥലങ്ങളും ആ സിനിമയിലുള്ള ഓരോന്നായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പെട്ടെന്ന് ഇത് അവിടെ ആ സ്ഥലം, ഇത് ആ സ്ഥലം, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഒരുപാട് പൂവൊക്കെ എടുത്ത്, പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേവിയുടെ പ്രസാദമല്ലേ, അപ്പോൾ നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഹോളാണ്. അപ്പോൾ ആ ഹോളിൽ നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് പ്ലേറ്റും പിന്നെ ആ ഒരു പച്ചരിയുടെ ചോറാണ്, പച്ചരി പൊന്നിയരിയോ എന്തോ, ആ അരി വെച്ചിട്ടുള്ള ചോറും പിന്നെ ഒരു തക്കാളി വെച്ചിട്ട് ഒരു കറി, പിന്നെ മോര്, ഇതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇതൊന്നുമില്ല, ഇങ്ങനെ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് റൂമിലോട്ട് തന്നെ പോരുകയാണ്. അപ്പോഴത്തേക്കും വീണ്ടും മഴച്ചാറ്റൽ തുടങ്ങി കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞിട്ട് നല്ല കാറ്റൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് റൂമിലേക്ക് ഈ മഴച്ചാറ്റിൽ നമുക്ക് അങ്ങനെ നനയാൻ പറ്റുമോ എന്നറിയില്ല, നമ്മളെ നാട്ടിലെ പോലത്തെ അല്ലല്ലോ. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്ത് അങ്ങോട്ട് കയറി നിന്നു കേട്ടോ. കയറി നിന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടികളൊക്കെ. അപ്പോൾ അത് കണ്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ തോരുന്ന വരെ പിന്നെ നടന്നു. പിന്നെ മഴ തോർന്നതിന് ശേഷം പിന്നെ റൂമിൽ പോയത്. അപ്പോൾ പിന്നെ നാളത്തെ വിശേഷം നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ.